പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കാണ് നമ്മോടൊപ്പമുള്ളത്. ED അങ്ങേക്ക് തുടർച്ചയായി നോട്ടീസുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങ് ആവർത്തിച്ച് പറയുന്നത് ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? EDയുടെ ഒരു നിലപാട് എന്താണ്? കോടതി എൻ്റെ പെറ്റീഷൻ പരിശോധിക്കുന്നതിന് മെയ് 21 വെച്ചിരിക്കാം. അതുപ്രകാരം കോടതി എന്നെ നിരീക്ഷിച്ചിട്ടുണ്ട്. വേറെ മറ്റു ആക്ഷനുകളൊന്നും ഉണ്ടാവില്ലല്ലോ. ഉണ്ടെങ്കിൽ പെറ്റീഷണർക്ക് കോടതിയെ വീണ്ടും സമീപിക്കാം. EDയിൽ നിന്ന് നോട്ടീസ് അയച്ചിരിക്കുക ഒരു അന്ത്യശാസനം പോലെയാണ്. ദ ലാസ്റ്റ് ചാൻസ് ടു അപ്പിയർ. അത് ആ നോട്ടീസിൽ കൃത്യമായി പറയുന്നുണ്ടോ? അങ്ങനെ അതെ. അപ്പോ EDയുടെ ഒരു നിലപാട് ഈ ഫണ്ടിന്റെ വിനിയോഗം സംബന്ധിച്ച് 3 വർഷം മുമ്പ് മന്ത്രിസ്ഥാനം ഒഴിയുകയും കിഫ്ബിയിൽ നിന്ന് ഒഴിയുകയും ചെയ്ത എനിക്കെന്തോ അറിയാവുന്നതാണ്. ഞാനത് വിട്ടപ്പോൾ കടലാസും ഇല്ല. പിന്നെയുള്ള വിനിയോഗത്തെക്കുറിച്ച് എനിക്ക് അറിവുമില്ല. അറിയാമെന്ന് കിഫ്ബിയുടെ ഒഫീഷ്യൽസ് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഒഫീഷ്യൽസ് പറഞ്ഞിട്ടില്ല. അവരോട് ഞാൻ സംസാരിച്ചു. അതായത് അങ്ങ് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞതിന് ശേഷവും കിഫ്ബിയുടെ നടപടിക്രമങ്ങളിൽ അങ്ങേക്ക് അറിവുണ്ടെന്നാണോ ED പറയുന്നത്? അതാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അല്ല, എപ്പോഴാണെന്നുള്ളത്. എങ്കിലും ഫണ്ടിന്റെ യൂട്ടിലൈസേഷനെ കുറിച്ച് എനിക്കറിയാം. അതിൽ ചില പൊരുത്തക്കേടുകളെ കുറിച്ച് എനിക്കറിയാമെന്നെന്തോ പറഞ്ഞിരിക്കുന്നു എന്നാണ് അവർ പറയുന്നു. അവരെങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന്. അതുകൊണ്ട് ഞാൻ കോടതിയിൽ പെറ്റീഷൻ മൂവ് ചെയ്തിരിക്കുകയാണ്. എന്ന് ഹാജരാകണമെന്നാണ് ED പറഞ്ഞിരിക്കുന്നത്. പെറ്റീഷൻ മൂവ് ചെയ്തിരിക്കുന്നത് കിഫ്ബി ഒഫീഷ്യൽസ് പറഞ്ഞത് എന്ന് ED പറയുന്നത് പറഞ്ഞിട്ടില്ല എന്നവർ. അപ്പോൾ കോടതി അവരുടെ ഡിപ്പോസിഷൻ ഒന്ന് പരിശോധിക്കണം. പരിശോധിച്ചിട്ട് നോക്കണം. അല്ലെങ്കിൽ ED കള്ളം പറയണം. അതല്ലെങ്കിൽ ED ഇല്ലാത്ത ഒരു രേഖ ചമച്ചിരിക്കുക. ഏതായാലും രണ്ടിലൊന്ന് അറിയട്ടെ. അതിനൊക്കെ നല്ല ബിരുദന്മാരാണെന്ന് നന്നായിട്ടറിയാം. ഫാദർ സ്റ്റാൻ സ്വാമിയുടെ കമ്പ്യൂട്ടറിൽ ഇല്ലാത്ത രേഖകളെല്ലാം കയറ്റിയവരാ. ഇപ്പോൾ ED അങ്ങേക്കെതിരെ ഒരു കള്ളരേഖ ചമച്ചിട്ടുണ്ട് എന്നാണ് അങ്ങ് വിശ്വസിക്കുന്നത്? ED പറയുന്നത് പോലെ ഒരു സ്റ്റേറ്റ്മെന്റും കിഫ്ബി ഒഫീഷ്യൽസ് കൊടുത്തിട്ടില്ല. ED പറയുന്നു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രയർ കോടതി ഈ രേഖയൊന്ന് പരിശോധിക്കണം. എന്താ പറഞ്ഞിരിക്കണമെന്ന്. അത് തന്നെ. എന്ന് ഹാജരാകണമെന്നാണ് ഇപ്പോൾ ED പറഞ്ഞിരിക്കുന്നത്. ഇല്ല, അതുകൊണ്ട് അതൊക്കെ കഴിയണവരെ ഹാജരാവില്ല. കോടതി എനിക്ക് പ്രൊട്ടക്ഷൻ തരണം എന്ന് പറഞ്ഞ് തിങ്കളാഴ്ച ഇന്ന് കോടതിയിൽ മെൻഷൻ ചെയ്തു. തിങ്കളാഴ്ച വാദം ഉണ്ടാവും. എന്തായാലും അങ്ങയുടെ നിലപാടിൽ ഒട്ടും പിന്നോട്ടില്ല, ഹാജരാകില്ല. ഇഞ്ച് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ലെന്ന്. ഇവിടെ ആർക്കും ED പേടിയൊന്നുമില്ല. ഇപ്പോൾ EDയുടെ ഭാഗത്തു നിന്നും ഒരു അന്ത്യശാസനം എന്നുള്ള രീതിയിൽ അവർ നോട്ടീസ് അയക്കുമ്പോൾ ഇപ്പോൾ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയമാണ്. അപ്പോൾ EDയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു നടപടിക്രമത്തിലേക്ക് പോകുമ്പോൾ അങ്ങേക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടോ അക്കാര്യത്തിൽ? അത് എന്റെ പ്രയർ, ഞാൻ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയാ. എന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കമാണ് ചെയ്യുന്നത് എന്നുള്ളത് മാലഫീഡയാണ്. അതിലിങ്ങനെ 2 വർഷമായിട്ട് ഈ അന്വേഷണം നടത്തിയെടുക്കുന്നവർക്ക് ഇലക്ഷൻ കഴിയുന്നവരെ കാത്തുനിന്നൂടെ അന്വേഷിക്കാനായിട്ട്? ഈ ഇലക്ഷൻ ഇടയ്ക്ക് തന്നെ വേണമെന്ന്. അപ്പം നമ്മളെ താറടിക്കുക, ദുഷ്പ്രചരണത്തിന് UDFന്റെ അവസരം കൊടുക്കുക, 1-2 ദിവസത്തെ എന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം നിർത്തിവെപ്പിക്കുക. ഇതൊന്നും നടക്കത്തില്ല. ഇതിനൊന്നും വഴങ്ങത്തില്ല. കോടതിയിൽ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. തിങ്കളാഴ്ച വാദം ഉണ്ടാവും. ഞാൻ ആവർത്തിച്ച് ചോദിക്കുകയാണ്, നോട്ടീസിൽ ഇത്രാം തീയതി ഹാജരാകണം എന്നുണ്ടോ? അതും EDയിലെ വി ആർ ഗിവൺ വൺ ലാസ്റ്റ് ചാൻസ് ടു അപ്പിയർ ബിഫോർ ED. 2-ാം തീയതി അത് കൊച്ചി ED ഓഫീസിൽ ഹാജരാകണം. അതെ. അപ്പൊ എനിക്കിപ്പൊന്നും ഞാൻ പറയുന്നതേ എന്തിനു വേണ്ടി ഹാജരാകണം. അതിന് സ്റ്റേറ്റ്മെന്റ് കോടതി കൊടുത്തു. ആ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് കിഫ്ബി ഒഫീഷ്യൽസ് എനിക്ക് മാത്രം അറിയാവുന്ന എന്തോ കാര്യമുണ്ട് എന്റെ ഫണ്ട് വിനിയോഗത്തെക്കുറിച്ച് പറഞ്ഞു എന്നാണ്. അവരങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇത് മന്ത്രിയോ
ബോർഡോ അറിയേണ്ടതില്ലെന്ന് റൂട്ടീൻ കാര്യമാണ് ഫണ്ട് വിനിയോഗിക്കുന്നത്, ഏത് പ്രോജക്റ്റിന് കൊടുക്കണം, അല്ല ഈ ഫണ്ട് അതിന് കൊടുക്കും ഇത് കൊടുക്കുന്നു എക്സിക്യൂട്ടീവ് തീരുമാനിക്കുന്നതല്ല. അതെങ്ങനെ വിനിയോഗിച്ചു എന്ന് എല്ലാ മാസവും റിസർവ് ബാങ്കിന് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അവരിതൊരു ഒബ്ജക്ഷൻ റേസ് ഇല്ല. അവർ റിസർവ് ബാങ്കിന് ഇല്ലാത്ത ഒബ്ജക്ഷൻ ഇവർക്ക് എന്താ, ആദ്യം അവരത് പറയട്ടെ. ഇഡിയുടെ മുമ്പിലും അല്ല ഇവിടുത്തെ സാധാ പോലീസിന് മുമ്പിലും ഹാജരാവാൻ തയ്യാറ്. പക്ഷേ ചെയ്ത തെറ്റെന്തെന്ന് പറയണം. അല്ല ചുമ്മാ വിളിച്ചിട്ടേ തിരട്ടണോ പരിപാടി നടക്കില്ല. ഇനി ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങയുടെ പ്രചരണം പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം UDFന്റെ ഭാഗത്തു നിന്നും അങ്ങേക്കെതിരെ ഒരു പരാതി കളക്ടർക്ക് പോയിരുന്നു. അങ്ങ് അതിന് വിശദീകരണം കൊടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം LDFന്റെ ഭാഗത്തുനിന്ന് UDF സ്ഥാനാർത്ഥിക്കെതിരെ ഒരു നോട്ടീസ് കൂടി പോയിരിക്കുന്നു. ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാശി തീർക്കുന്ന എന്നുള്ളത് UDF സ്ഥാനാർത്ഥി എങ്ങനെയെങ്കിലും പ്രചരണം നടത്തിട്ട് എന്നുള്ള എന്റെ നിലപാട്. അപ്പൊ ടിറ്റ് ഫോർ ടാറ്റ് ആയിരിക്കും, ഐ ഡോണ്ട് നോ. ഏതായാലും ഞാൻ കോടതി ഇവിടെ കളക്ടർക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഇത് 2021 എന്റെ ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യമോ? അതിനർത്ഥമൊന്ന് KDISC ഇതൊക്കെ രൂപം നൽകാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഏതാനും മാസം മുമ്പ് മൈഗ്രേഷൻ കോൺക്ലേവ് നടത്തി ഈ തൊഴിൽ പദ്ധതി പുതിയ രീതിയിൽ ജില്ലയിൽ നടപ്പാക്കാനുള്ള ഒരു സ്കീം ആവിഷ്കരിച്ചു. അതിനനുസരിച്ച് KDISC പ്രവർത്തിക്കുന്നു. ഇലക്ഷൻ ഡിക്ലറേഷന് ശേഷം KDISCന്റെ ഒരു പ്രവർത്തനത്തിന് ഞാൻ പോയിട്ടില്ല. പക്ഷേ ഞാൻ എന്റെ പ്രചരണത്തിൽ അവകാശപ്പെടും. ഞാൻ നാട്ടുകാരോട് പറയും, പോയി ഇതില് അപേക്ഷിക്ക്, ജോലി കിട്ടും, അതൊക്കെ എന്റെ അവകാശമാണെന്ന്. ഞാനവിടെ പോയി KDISCന്റെ ഓഫീസിലിരുന്നിട്ട് ബാ ജോലി തരാം എന്നൊക്കെ പറഞ്ഞ തെറ്റ്. അപ്പൊ ഇത് കാണിക്കണം അവർക്ക് പേടിയാ, ഭയപ്പാടാണ് ഈ കാര്യങ്ങളെക്കുറിച്ച്. അതാണ് വേണ്ടിയിട്ടാണ് ഈ ബഹളമൊക്കെ ഉണ്ടാക്കുന്നത്. ED വീണ്ടും തോമസ് ഐസക്കിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഏപ്രിൽ 2 ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് ആ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. അതൊരു അന്ത്യശാസന രൂപേണയാണ് ആ ഒരു നോട്ടീസ് എന്നും ഡോക്ടർ തോമസ് ഐസക് പറയുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല. EDക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല എന്ന് തന്നെയാണ് തോമസ് ഐസക് ഉറപ്പിച്ചു പറയുന്നത്. ഒപ്പം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സർക്കാർ മിഷനറികൾ താൻ ദുരുപയോഗം ചെയ്തിട്ടില്ല എന്ന നേരത്തെയുള്ള വാദത്തിൽ തന്നെ അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.